ദൈവത്തിൻ്റെ സ്വന്തം നാടിൻ്റെ ഭംഗി ആസ്വദിക്കുവാനായി ഉല്ലാസയാത്രയായി കുമളി, തേക്കടി, പരുന്തുംപാറ, കുട്ടിക്കാനം ഇവിടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് താമസിക്കുവാനും ഒന്ന് ഫ്രഷ് ആകുവാനും പറ്റിയ സെക്യൂർ, സേഫ് ആൻഡ് ബഡ്ജറ്റ് സ്റ്റേ. അങ്ങനെ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അത് കണ്ടവരുണ്ടായിരിക്കും. അത് കണ്ട് അതിൽ പല കമൻറ്റുകളും കൂടുതലും അതിൻ്റെ ഡീറ്റെയിൽ അവിടെ ഇട്ടിട്ടില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ താമസിക്കുവാനുള്ള സൗകര്യം ഇട്ടിട്ടില്ല. അതിൻ്റെ ബെഡ്റൂംസ് കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അതിനുവേണ്ടി അങ്ങനെ ഒരു പ്രശ്നം പരിഹരിക്കുവാനായിട്ട് നമ്മൾ തിരുവല്ലയിൽ നിന്നും നേരെ കുമളി തേക്കടിയിലേക്ക് വണ്ടി പിടിക്കുകയാണ്. തിരക്ക് കൂടുന്നതിന് മുമ്പേ അവിടെ ചെല്ലേണ്ടി കൊണ്ട് തന്നെ ഇരുളു കീറി നമ്മുടെ പ്രഭാത സൂര്യൻ വരുന്നതിന് മുമ്പേ തന്നെ നമ്മൾ എഴുന്നേറ്റ് തിരുവല്ലയിൽ നിന്നും യാത്ര തിരിച്ചു നേരെ റാന്നി വഴി കാഞ്ഞിരപ്പള്ളി പീരുമേടിനടുത്തായി. അപ്പോൾ പോകുന്ന വഴി നമ്മുടെ പീരുമേടിനടുത്ത് വളഞ്ഞെങ്ങാനം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ സമയമുള്ളവർക്ക് അവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കുവാം, അല്ലെങ്കിൽ വീഡിയോ കവർ ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള സൗകര്യമുണ്ട്. നമുക്ക് സമയമില്ല. നേരെ നമ്മുടെ ലക്ഷ്യം തേക്കടി കുമളിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ വണ്ടി വിട്ട് നേരെ കുട്ടിക്കാനം എന്ന് പറയുന്ന സ്ഥലം. കുട്ടിക്കാനം ഇപ്പോൾ നല്ല ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അവിടെ നിരവധി കോളേജുകൾ അവിടെ കുട്ടിക്കാനം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഒരു നല്ല തിരക്കുള്ള, നല്ല കൂടുതൽ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ വന്നിരിക്കുന്ന ഒരു ഏരിയയാണിപ്പോൾ കുട്ടിക്കാനം. അങ്ങനെ കുട്ടിക്കാനം നമ്മൾ കവർ ചെയ്ത് നമ്മൾ നേരെ മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് തേക്കടി, കുമളി, മൂന്നാർ റോഡിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് സ്ഥിരം കാണാവുന്നതും അനുഭവിച്ചറിയാവുന്ന ഒരു കാര്യമാണ് പ്രകൃതിയുടെ സൗന്ദര്യം. അത് ശരിക്കും കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമയേകുന്ന, വളരെ സമ്മർദ്ദങ്ങളേറിയ ജീവിതത്തിൽ ആയാസകരമായ നല്ല നല്ല അനുഭവങ്ങൾ നൽകുന്ന ഒരു നല്ല കാഴ്ചകൾ ഒക്കെ കണ്ട് പച്ചപ്പ് നിറഞ്ഞ റോഡിൻ്റെ ഇരുവശങ്ങളും ശരിക്കും ഈ പച്ചപ്പ് കാണുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിനൊരു പ്രത്യേക സുഖമാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ നല്ല ഒന്നാന്തരം ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് ആ ഇളം കാറ്റും മഞ്ഞിൻ്റെ ഗന്ധവും ഒക്കെ ഏറ്റിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേക ഫീലുണ്ടല്ലോ, അത് നമ്മൾ ഈ പറഞ്ഞ് അങ്ങനെ വിവരിക്കുന്നതിലപ്പുറം അനുഭവിച്ചറിയുമ്പോഴാണ് നമുക്കത് കൂടുതൽ അറിയുന്നത്. എന്നിരുന്നാലും ഈ ഒരു യാത്രയിൽ നിങ്ങളത് അനുഭവിച്ചറിയുന്നു എന്ന് ഞാൻ കരുതുകയാണ്. അങ്ങനെ ആ പോകുന്ന വഴി തന്നെയാണ് അങ്ങ് മുകളിലായി നമുക്ക് കാണാം പ്രസിദ്ധമായ ഒരു ദേവാലയമാണ് പട്ടുമല പള്ളി. അപ്പോൾ അതൊക്കെ കണ്ട്, കാഴ്ചകളൊക്കെ കണ്ട്, തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ട് നമ്മളങ്ങനെ വണ്ടിപ്പെരിയാർ ടൗൺ വഴി മുന്നോട്ട് പോവുകയാണ്. കോട്ടയം കുമളി റോഡിൽ തന്നെ ചിളിമട എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ചിളിമട എന്ന് പറയുന്ന ചെറിയൊരു ജംഗ്ഷനാണ്. അവിടെ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞാൽ നമ്മൾ നേരെ ചെന്ന് ചാടുന്നത് കുമളി മൂന്നാർ റോഡിലേക്കാണ്. അങ്ങനെ ആ കുമളി മൂന്നാർ റോഡിൽ 1-ാം മൈൽ എന്ന് പറയുന്ന സ്ഥലം, ആ 1-ാം മൈലിൽ തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് കാണാം ഒരു ചെറിയ ജംഗ്ഷൻ. കുറേ ബോർഡുകളുണ്ട്. അവിടെയാണ് ആനസവാരിയുണ്ട്. അപ്പോൾ അതിന് അങ്ങോട്ട് മുന്നോട്ട് കയറി പോകുന്ന 1 കിലോമീറ്ററുകൾ മുകളിലോട്ട് പോകുമ്പോഴാണ് മാർത്തോമ മെഡോസ് എന്ന് പറയുന്ന സ്ഥലം. അവിടെ നല്ല കയറ്റമാണ്, ഒരു കുന്നാണ്. കുന്നിൻ്റെ മുകളിലേക്ക് നമ്മൾ കയറണം, വണ്ടി ഓടിച്ച് കയറണം. സാധാരണയായി അവിടെ ജീപ്പുകളൊക്കെയാണ് പോകാറുള്ളത്. എന്നിരുന്നാലും സ്വന്തം വാഹനങ്ങളൊക്കെ ഉള്ളവരൊക്കെ അവർ യാത്ര ചെയ്യും. ഇത് നമ്മളും അങ്ങനെ ആ ഒരു കുന്നിൻ്റെ മുകളിലേക്ക് നമ്മൾ കയറുകയാണ്. ശരിക്കും ഒരു അന്യായ കയറ്റം തന്നെയാണ് നമ്മുടെ ഈ കുന്നിൻ മുകളിലേക്ക്. ഫസ്റ്റിലിട്ട് തന്നെ നമ്മുടെ വണ്ടിയൊക്കെ പോകണം. എതിരെയെങ്ങാനും വണ്ടി വന്നു കഴിഞ്ഞാൽ നിർത്തിയാൽ അല്പം ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഈ കയറ്റമൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നമുക്ക് കയറി നേരെ മുകളിലേക്ക് ചെല്ലുന്നത് നമ്മുടെ മാർത്തോമ മെഡോസിൽ അങ്ങനെ എത്തുകയാണ്. അവിടെ ചെന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി മുകളിൽ ഒരു ക്യാമ്പ് നടക്കുന്നുണ്ട്. അതിൻ്റെ ശബ്ദമൊക്കെ നമുക്ക് കേൾക്കാം. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ ചുറ്റിപ്പറ്റി ഒക്കെ നിന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അവിടുത്തെ റൂംസൊക്കെ നമ്മൾ ചോദിച്ച പ്രകാരം അവിടുത്തെ റൂംസ് എല്ലാം നമ്മളൊന്ന് കാണാൻ പോവുകയാണ്. വളരെ വൃത്തിയുള്ള, നല്ല എല്ലാ സെറ്റപ്പിലുമുള്ള, എന്താ പറയുക, നല്ല ക്ലീനായിട്ടുള്ള ബാത്റൂം, അതുപോലെ തന്നെ ബാൽക്കണിയുള്ള നല്ല സ്യൂട്ട് റൂംസ് ഉണ്ട്. അതുപോലെ തന്നെ ഡോർമെട്രി സൗകര്യമുണ്ട് അവിടെ. അപ്പോൾ എല്ലാം ബാൽക്കണിയുള്ള റൂംസ് തന്നെയാണ്. മനോഹരമായ റൂംസാണ്. നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ആ റൂമിലൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഭംഗി ആസ്വദിക്കാം. ആ സൗകര്യങ്ങൾ നിങ്ങൾക്ക് ആസ്വദിക്കാവുന്നതാണ്. കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്നത് വിജയ് മാമൻ അച്ഛനാണ്. റവറൻഡ് വിജയ് മാമൻ അച്ഛനിൽ നിന്ന് നമുക്ക് കേൾക്കാവുന്നതാണ്. എൻ്റെ പേര് വിജയ് മാമൻ മാത്യു എന്നാണ്. ഇവിടെ എത്ര വർഷമായി? ഇവിടെ ഇതിപ്പോൾ 3-ാം വർഷം ഈ ഒരു സ്ഥാപനത്തിൻ്റെ ചുമതല നിർവഹിക്കുന്നു. കുമളിയിൽ നിന്ന് 3.5 കിലോമീറ്റർ മാറി ഒരു കുന്നിൻ്റെ മുകളിലാകുന്നു മെഡോസ് സ്ഥിതി ചെയ്യുന്നത്. ഈ നാളുകളിലൊക്കെ ധാരാളം ആളുകൾ ഈ തേക്കടിയുടെ പ്രദേശത്ത് വരുമ്പോൾ ഈ മാർത്തോമ മെഡോസിൽ വരികയും ഇവിടുത്തെ പ്രവർത്തനങ്ങൾ കാണുകയും ഇവിടെ താമസിക്കുകയും സന്തോഷം അനുഭവിച്ചുകൊണ്ട് മടങ്ങിപ്പോവുകയും ചെയ്യുന്നു. തീർച്ചയായും പ്രകാരമുള്ള ഈ ഒരു സ്ഥാപനം ഒട്ടനേകം ആളുകൾക്ക്, പ്രത്യേകിച്ച് ഈ കുമളിയുടെ പ്രദേശത്തൂടെ യാത്ര ചെയ്യുന്നവർക്ക് പ്രയോജനകരമായി തീരുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സഭയിൽ നിന്നുള്ള ആൾക്കാർ മാത്രമാണോ അതോ ധാരാളം മറ്റിടങ്ങളിൽ നിന്നുള്ള ആളുകളും ഇവിടെ വന്ന് സംബന്ധിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഇതൊരു കുമളി എന്ന് പറയുന്നത്
ഈ കേരളവും തമിഴ്നാടും തമ്മിൽ അതിർത്തി പങ്കിടുന്ന ഒരു ഇടം കൂടെയാകുന്നുവല്ലോ. അതിനാൽ തന്നെ ധാരാളം ആളുകൾ ഈ ഒരു പ്രദേശത്തൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് വിശ്രമിക്കുവാനും ഫ്രഷ് ആകുവാനും ഒക്കെയുള്ള സൗകര്യം നമുക്കിവിടെയുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ സഭകളിൽ നിന്നുള്ള ക്യാമ്പുകൾ, വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ ഇവിടെ കുമളി കാണുവാൻ വരുമ്പോഴും ഇവിടെ വരികയും ഇവിടുത്തെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ 28 റൂംസുകളുണ്ട്. എല്ലാം നല്ല രീതിയിൽ തന്നെ ഫർണിഷ് ചെയ്തിട്ടുള്ള, എല്ലാം നല്ല രീതിയിൽ തന്നെ ക്രമീകരിച്ചിട്ടുള്ള റൂമുകളാണ്. അതിലൊരു സ്യൂട്ട് റൂമും ഉണ്ട്. അതോടൊപ്പം തന്നെ ക്യാമ്പുകളൊക്കെ വരുമ്പോൾ ധാരാളം ആളുകൾക്ക് പങ്കെടുക്കുവാൻ വേണ്ടി ഒരു ഡോർമെറ്ററി സൗകര്യവും നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഏകദേശം 25 പേർക്ക് താമസിക്കാവുന്ന ഡോർമെറ്ററി സൗകര്യം, അതോടൊപ്പം തന്നെ മുറികളിലും മറ്റും ആയിട്ട് ഏകദേശം 120-130 പേർക്ക് ഒരേ സമയത്ത് ഇവിടെ താമസിച്ച് ഇവിടുത്തെ സൗകര്യം പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് ഈ ക്യാമ്പുകളൊക്കെ നടക്കുമ്പോഴും ആളുകൾക്ക് പങ്കെടുക്കുവാൻ വേണ്ടി കോൺഫറൻസ് ഹാള് നമുക്ക് സജ്ജമാക്കിയിട്ടുണ്ട്. ഇവിടെ വരുന്നവർക്ക് മറ്റുള്ള വാഹന സൗകര്യം എന്തെങ്കിലും വേണ്ടി വന്നാൽ അതിനുള്ള ക്രമീകരണം നമുക്ക് ഇവിടെ ഉണ്ട്. നമുക്ക് അതിനുള്ള വാഹനം ഇവിടെ ഉണ്ട്. പ്രത്യേകിച്ച് കുമളിയിൽ നിന്ന് 1-ാം മൈൽ, മൂന്നാർ റോഡിൽ 1-ാം മൈലിൽ വന്നിട്ട് അവിടുന്ന് ഇടത്ത് തിരിഞ്ഞ് മുകളിലോട്ട് 1.25 കിലോമീറ്റർ സഞ്ചരിച്ച് വേണം ഈ കുന്നിൻ്റെ മുകളിലെത്താൻ. എന്നാൽ അപ്രകാരം കുന്നിൻ്റെ മുകളിൽ എത്തുവാൻ സാധിക്കാത്തവർക്ക് വേണ്ടി നമ്മൾ വാഹനം ക്രമീകരിച്ച് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ പാക്കേജുകൾ നമ്മൾ ഇവിടുന്ന് സൗകര്യം ക്രമീകരണം ചെയ്ത് വിടാറുണ്ട്. അത് ഒട്ടനേകം ആളുകൾക്ക് പ്രയോജനകരമായി തീരുകയും ചെയ്യുന്നു. അത് നമ്മുടെ വാഹനമല്ല, വെളിയിലുള്ള പ്രൈവറ്റ് ഈ പാക്കേജായിട്ട് പോകുന്നത് വെളിയിൽ നിന്നുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള വാഹനമാണ്. എന്നാൽ ഈ ക്യാമ്പുകളൊക്കെ വരുമ്പോൾ ഇങ്ങോട്ട് വരാൻ നമ്മൾ ക്രമീകരണം ചെയ്യുന്നത് നമ്മളുടെ വാഹനമുണ്ട്. എന്നാൽ ധാരാളം ആളുകളുണ്ടെങ്കിൽ മറ്റു വാഹനങ്ങൾ നമ്മൾ ക്രമീകരിച്ച് നൽകാറുണ്ട്. എക്സാക്ട് ലൊക്കേഷൻ ഒന്നുകൂടെ പറയാമെന്ന് വെച്ചാൽ ഇത് കുമളിയിൽ നിന്ന് മൂന്നാർ റോഡിൽ 1.5 കിലോമീറ്റർ വരുമ്പോൾ 1-ാം മൈൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. 1-ാം മൈലിൽ നിന്ന് ഒട്ടകത്തലമേട് എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ആ വ്യൂ പോയിന്റിലോട്ട് പോകുന്ന വഴിക്ക് 1.25 കിലോമീറ്റർ കയറ്റം കയറി വരുമ്പോഴാകുന്നു നമ്മുടെ സ്ഥാപനമുള്ളത്. നമ്മൾ കുഞ്ഞുങ്ങളുമായിട്ട് വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കളിക്കുവാനും അവർക്ക് ഇരിക്കുവാനും ഒക്കെയുള്ള സൗകര്യം നമ്മൾ മെഡോസിൽ ക്രമീകരിച്ചിട്ടുണ്ട്. തീർച്ചയായും ഒട്ടനേകം ആളുകൾ വരുമ്പോൾ ഇവിടുത്തെ ഈ ഒരു കാഴ്ചകളും, പ്രത്യേകിച്ച് ഈ പ്രദേശത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റാണ്, കാലാവസ്ഥയാണ് ഏറ്റവും ആകർഷണീയമായിട്ടുള്ളത്. പ്രത്യേകിച്ച് നാട്ടിലെ ചൂടുമായിട്ടൊക്കെ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ഈ തണുപ്പും ഇവിടുത്തെ ഈ ഒരു കോടമഞ്ഞും കാറ്റുമൊക്കെ വളരെയധികം ആളുകൾ എൻജോയ് ചെയ്യുന്നുണ്ട്. തീർച്ചയായും നിങ്ങളുടെയൊക്കെ ഒരു സാന്നിധ്യം ഞങ്ങളിവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. ധാരാളം ആളുകൾ തുടർന്നും ഈ സ്ഥാപനം കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ഇങ്ങോട്ട് വരണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. അതോടൊപ്പം തന്നെ ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ടും അതല്ലെങ്കിൽ ഫാമിലിയായിട്ട് വരുന്നവർക്കും ഇവിടെ ക്യാമ്പ് ഫയർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റൊരിടത്തും കാണാത്ത രീതിയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ക്യാമ്പ് ഫയർ ഇവിടെ ക്രമീകരണം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബാർബിക്യൂ, ഗ്രിൽഡ് ചിക്കൻ അപ്രകാരമൊക്കെയുള്ള സൗകര്യങ്ങളും അതിനുള്ള സ്ഥലവും പ്രത്യേകമായിട്ട് നമ്മളിവിടെ ക്രമീകരണം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഏറ്റവും ആകർഷണീയമായിട്ടുള്ള ഒരു സംഭവമാകുന്നു ഇവിടുത്തെ ഫുഡ് എന്ന് പറയുന്നത്. വളരെ ഹോംലി ആയിട്ടുള്ള ഫുഡാകുന്നു അദ്ദേഹം ഇവിടെ ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കുന്നത്. അതിനാൽ തന്നെ അപ്രകാരം മറ്റിടങ്ങളിൽ നിന്നൊക്കെ വരുന്നവർക്ക് ധാരാളം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഫുഡും കാര്യങ്ങളും ഇവിടെ ക്രമീകരണം ചെയ്യുന്നുണ്ട്. ഇവിടെ വരുന്നവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനും ഇവിടെ ധാരാളം സ്ഥലങ്ങളുണ്ട്. ഒരേ സമയത്ത് തന്നെ നമുക്ക് 20-25 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ മെഡോസിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ നമ്മൾ കുന്നിലേക്ക് കയറി ചെന്നാൽ ആ കുന്നിൻ്റെ മുകളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഒട്ടകത്തലമേട് എന്ന് പറയുന്ന കുന്നിൻ്റെ മുകളിലാണ്. അവിടെ നിന്നാൽ നമുക്ക് മനോഹരമായ ഈ കുമളിയുടെ ഒരു പിക്ചർ തന്നെ നമുക്ക് കിട്ടും. എത്ര സുന്ദരമായ കാഴ്ചകളാണ്. 4 പാടും നമുക്ക് ഈ കുമളിയുടെ ചുറ്റും കാണാൻ പറ്റും ഇവിടെ നിന്നുകൊണ്ട് തന്നെ. അപ്പോൾ ഇങ്ങനെ മനോഹരമായ കുമളിയുടെ കാഴ്ചകൾ, തേക്കടിയുടെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് വരും ദിവസം കാണാം. അതുവരെ ഗുഡ് ബൈ, സീ യു.